ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ ഉള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള എന്താ പറയാ ട്രീറ്റ്മെന്റുകളും ഒക്കെ ആയതുകൊണ്ടാണ് ഇത്രയും കുറെ ദിവസങ്ങൾ നമ്മൾ എടുത്ത് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തത് തന്നെ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിരുന്നല്ലോ അല്ലെ? കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. നൗ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് നമ്മൾ അടുത്ത കാര്യം ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങോട്ട് തരും. അടുത്ത ദിവസം നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് എടുത്ത് എഴുതി വെച്ചിട്ട് നിങ്ങൾ ക്ലാസ്സിൽ വരുമ്പോ ഞാൻ നിങ്ങളെ കൊണ്ട് ചോദിച്ച് നിങ്ങൾക്ക് ആൻസറുകളൊക്കെ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഡിക്റ്റേറ്റ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഇന്ന് തരുന്നുള്ളൂ. യു ഹാവ് ടു ആൻസർ ഇറ്റ്. നെക്സ്റ്റ് ഡേയിൽ നിങ്ങൾ ആൻസർ ചെയ്തിട്ട് വരിക. ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന അത്രയും ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കും. വി ആർ ഗോയിങ് ടു മൂവ് ടു ദ ഡിപ്പാർട്ട്മെന്റ്, നെക്സ്റ്റ് ചാപ്റ്റർ ഫാർമസി. ഫാർമസി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ആരെങ്കിലും എടുത്തിട്ടില്ലല്ലോ? ഫാർമസി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആരെങ്കിലും എടുത്തോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ കയ്യില് അതിന്റെ പ്രിന്റഡ് നോട്ട്സ് ഒക്കെ ആയിരിക്കുമല്ലോ അല്ലെ? കയ്യിലുണ്ടാവുമല്ലോ അല്ലെ ഫാർമസിയുടെ? കാരണം അത് ഓക്കെ, നമ്മുടെ ആദ്യത്തെ ആ ഒരു വിഭാഗത്തില് ഫസ്റ്റ് ആ മൊഡ്യൂളിന്റെ പേജിൽ വരുന്നതാണ്. അറ്റ്ലീസ്റ്റ് അത്രയും വരെങ്കിലൊക്കെ എല്ലാവരും എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. ഐ തിങ്ക് 1-2 മൊഡ്യൂളുകൾ ഒരുമിച്ച് എടുത്തു വെക്കാനായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായി കുറേശ്ശെയായിട്ട്. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ആ നോട്ട് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് തുടങ്ങാം. ഓക്കെ, ഞാൻ മ്യൂട്ട് കൊടുക്കാൻ പോവാണേ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് എഴുതാൻ പോവാണ്. ഓക്കെ, റൈറ്റ് ഡൗൺ. ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ തരുള്ളൂ. നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ച് വരണം. ഞാനിവിടെ ഓരോരുത്തരുടെ പേരുകളൊക്കെ വായിക്കുമ്പോൾ അവര് വേഗം ഒന്ന് നിങ്ങളുടെ ആൻസർ അടുത്ത ദിവസം ഒന്ന് പറയുക. അപ്പൊ അത് എളുപ്പമായിരിക്കും. ഓക്കെ, എല്ലാവർക്കും എഴുതിക്കോൾട്ടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫിസിയോതെറാപ്പി ഓൺലി ക്വസ്റ്റ്യൻസ് ആണ് തരുന്നേ. ഫിസിയോതെറാപ്പി comes under dash in supportive departments. No one has to answer now. You just write down the questions and answer it the next Monday. Or അതിനു മുമ്പ് ഞാൻ ഇടയ്ക്കെങ്കിലും ആരെങ്കിലും വരാതിരിക്കോ അങ്ങനെ എന്തെങ്കിലും ക്ലാസ്സിൽ വരികയാണെങ്കിൽ ആ സമയത്ത് ഞാൻ വായിപ്പിച്ചോളാം. ഇപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാത്രം എഴുതുക. ഫിസിയോതെറാപ്പി comes under dash in supportive departments. Dash in supportive departments. Next one. ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയോ? ഇനിയും പതുക്കെ ആക്കണോ എന്നുണ്ടെങ്കിൽ പറയണം. ഓക്കെ, ഇത് കറക്റ്റ് ആണ്. ലബോറട്ടറി ആൻഡ് radiology is dash of supportive departments. Laboratory and radiology is dash of supportive departments. Third one. Third question is the medical departments are classified as dash and dash. Medical departments are classified as dash and dash. Next one. Fourth question ആണ് general surgery is included in
included in dash of medical departments. Dash of medical departments. General surgery is included in dash of medical departments. Okay, next one. Anjamata question aanu. Dash is the departments. Dash is the departments mainly concentrated on providing quality patient care, to elderly people. Got it? മനസ്സിലായോ? Clear ആണോ? Okay. To elderly people. Next one, അടുത്ത question. Labor rooms and maternity wards. Labor rooms and maternity wards are dash services. Labor rooms and maternity wards are dash services in medical departments. Dash services in medical departments. Next, 7th question. 7th question aanu. Consultation doctors usually appointed. Consultation doctors are usually appointed to handle dash. Consultation doctors are usually appointed to handle dash. Next, 8th question aanu. Dash is the department. Dash is the department in which people come to the hospital. Dash is the department in which people come to the hospital for consultation, but not for admission. Dash is the department in which people come to the hospital for consultation, but not for admission. Consultation, not for admission. Next one. 9th question aanu. Casualty departments and emergency departments are also called dash. Casualty department and emergency departments are also called dash. Next one. Dash departments. 10th question on. Dash departments should be well equipped. Dash department should be well equipped with all kinds of emergencies. Dash department should be well equipped with all kinds of emergencies. Next one, 11th, the biggest area of heart disease. Biggest area of heart disease is dash.
dash. Biggest area of heart disease is dash. Next one. Aduthathu. Dash anesthesia is dash anesthesia. Dash anesthesia is provided usually by dentists. Usually by dentist. Dentist. Dentist in the dash anesthesia is provided usually by dentist. Dentist. Clear? Clear now? Okay. Next one. 13th question ആണ്. Patient's blood pressure. Patient's blood pressure, comma, heart rhythm, RHY ഉണ്ട് ട്ടാ, RHY THM, heart rhythm, comma, temperature level, etc. are monitored in dash anesthesia. Patient's blood pressure, heart rhythm, temperature level, etc. are monitored in dash anesthesia. Next one. Critical care unit. പറയട്ടാ. Critical care unit is the other name for dash. Critical care unit is the other name for dash. Critical care unit is the other name for dash. എട്ടാമത്തെ ലാസ്റ്റ് പറയാട്ടോ, അവിടെ എഴുതി തീർന്നില്ല എന്ന് തോന്നുന്നു, ലാസ്റ്റ് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. റൈറ്റ്, ഞാൻ പറഞ്ഞ 15ാമത്തെ അല്ലേ പറയേണ്ടത്? യെസ്, ഓക്കെ. ENT surgeon, ENT ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാ. ENT surgeon is called dash. ENT surgeon is called dash. Next, 16ാമത്തെ question. Tear duct problem is cured. CURED, cured. ഭേദമാക്കുക എന്നർത്ഥം. Is cured under dash department. Tear duct problem is cured under dash department. Tear duct problem is cured under dash department. Next, 17ാമത്തെ question ആണ്. Endocrine system includes dash. എന്തൊക്കെയാണ് endocrine സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നത്? ഭക്ഷ്യസാധനങ്ങളുടെ ഒക്കെ പേരുണ്ട്, ചില ഓർഗൻസിന്റെ ഒക്കെ. ഇങ്ങനെയൊക്കെ നിങ്ങൾ ആൻസർ ചെയ്തെടുക്കുമ്പോ തന്നെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിച്ചു വെക്കാൻ പറ്റും. ഇത് അതിനും കൂടി വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് വെറുതെ നമ്മൾ ഒബ്ജക്റ്റീവ് മാത്രം ക്വസ്റ്റ്യൻസ് തന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ആ ഒരു ഉത്തരം എവിടെയാണ് വരുന്നതെന്ന് അത് മാത്രം കണ്ടുപിടിക്കും. അത് നടക്കില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ കൂടി ഒക്കെ ഒന്ന് ചില ആൻസേഴ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മളൊരു കാര്യം പഠിക്കുകയാണല്ലോ. നമ്മള് പരീക്ഷ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ വൺ വേർഡുകൾ ക്വസ്റ്റ്യൻസ് മാത്രം വായിച്ച് പഠിക്കും. അതെ, വേണം, എല്ലാം എഴുതണം. എന്തൊക്കെയാണ് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്നത്? ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെ ആവൂല, അങ്ങനത്തെ ചോദ്യം ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ കാണുക. അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ എല്ലാം ഉള്ളത് പഠിച്ചോ. അപ്പൊ അത് ഏതൊക്കെയാണ്? അപ്പൊ ചിലപ്പോൾ ചോദിക്കുക, ഒരു എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരാത്തത് ഏതാണ് അല്ലെ, എന്നിട്ട് അതിനകത്തുനിന്ന് ഒരെണ്ണം മാത്രം ഡിഫറെന്റ് ആയിട്ടുള്ളത് വരും. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്നത് ഈ താഴെ പറയുന്നതിൽ ഏതാണെന്ന് എന്നിട്ട് ഒരെണ്ണം മാത്രമേ ചിലപ്പോൾ അതിനകത്തുള്ള ബാക്കിയെല്ലാം തെറ്റായിരിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെയാണ് വരിക. പക്ഷെ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഏതൊക്കെയാ വരുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നേട്ടോ. അപ്പൊ ഒന്ന് വായിച്ചു പഠിക്കട്ടെ അതിന് വേണ്ടി. എൻഡോക്രൈൻ സിസ്റ്റം ഇൻക്ലൂഡ്സ് ഡാഷ്, എല്ലാം എഴുതണേ. നെക്സ്റ്റ് വൺ 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ്
dash is the medical specialty that deals with dash is the medical specialty that deals with the study of hormones and hormones related to glands That is the medical specialty that deals with the study of hormones and hormones related to glands. Next one. 19th question ആണ് therapy units and palliative care services. Therapy units and palliative care services are provided by dash departments. Dash is the therapy units and palliative care services are provided by dash departments. Next one. 3 specialty areas in gynecology are 3 specialty areas in gynecology are dash. മൂന്നെണ്ണത്തിന്റെ പേര് എഴുതണേ. Next one. அடுத்த question. Expands ART. ART എന്താണ്? എക്സ്പാൻഡ് ചെയ്യാനാണ്. Next one. Electrolyte disturbance and hypertension. Are treated in dash departments. Electrolyte disturbance and hypertension is treated in dash departments. Next one. Expand PET. PET capital letters la idinota. Expand PET. PET. Okay, next one. Biopsy and surgical resection. Biopsy, BIOPSY. Biopsy and surgical resection of tumors. Surgical resection, RESECTION. Resection of tumors are done in dash oncology. Next one. Examples of diseases. Treated with nuclear medicine are dash. കുറച്ച് അസുഖങ്ങളുടെ പേരുകൾ പറയുന്നുണ്ട്.
ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ചില അസുഖങ്ങളുടെ പേരുകൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. എക്സാമ്പിൾസ് ഓഫ് ഡിസീസസ് ട്രീറ്റഡ് വിത്ത് ന്യൂക്ലിയർ മെഡിസിൻ ആർ ഡാഷ്. Next one, expand MRD. Expand MRD. MRD. Next one, dash department provides technical support dash department provides technical support as and when required എപ്പോഴൊക്കെയാണോ ആവശ്യമുള്ളത് അപ്പോഴൊക്കെ ടെക്നിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. ആസ് ആൻഡ് വെൻ റിക്വയർഡ് keeps the system updated പുതിയ കാര്യങ്ങൾക്ക് മാറ്റങ്ങൾക്ക് വിധേയമാക്കി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. വേണ്ടപ്പോഴൊക്കെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും പറ്റും അതേത് ഡിപ്പാർട്ട്മെന്റിലാണെന്നാണ്. Dash department provides technical support as and when required and to keep the systems updated. Clear ആണോ? Question മനസ്സിലായോ? Okay, next one. The department handles the financial aspects of the hospital. The financial aspects of the hospital. The department handles the financial aspect of the hospital is dash. And the last question, dash aims at ensuring employee satisfaction. തൊഴിലാളികളുടെ സംതൃപ്തി ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുക. എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് നല്ല രീതിയിലുള്ള പ്രവർത്തന അല്ലെങ്കിൽ ജോലിക്ക് പറ്റിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് and the provision of monetary and non-monetary benefits. And provision of monetary and non-monetary benefits to the employees. ഇതൊക്കെ ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നാണ്. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിരിക്കുന്ന നിങ്ങൾക്ക് തന്ന മറ്റേ മോക്ക് ടെസ്റ്റുകളിലൊക്കെ തരുന്ന ക്വസ്റ്റ്യൻസ് കൂടാതെ ഈ ക്വസ്റ്റ്യൻസും ഒക്കെ ഒന്ന് വായിച്ചു നോക്കി തന്നെ നിങ്ങൾ ആൻസേഴ്സ് ഏതാണ് പറയാൻ പറഞ്ഞത് ഇത് 8ാമത്തെ അല്ലേ? ഏതാ? ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ്. Monetary and non-monetary benefits to the employees. Monetary and non-monetary benefits to the employees. 8ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? പിന്നെ ആരോ ചോദിച്ചത് 8ാമത്തെ ജസ്റ്റ് ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. Dash is the department in which people come to the hospital. Dash is the department in which people come to the hospital for consultation, but not for admission.
ഫോർ കൺസൾട്ടേഷൻ ബട്ട് നോട്ട് ഫോർ അഡ്മിഷൻ. അഡ്മിഷന് വേണ്ടിയല്ല, കൺസൾട്ടേഷന് വേണ്ടി വരുന്ന ഡിപ്പാർട്ട്മെന്റ്. റൈറ്റ്, ക്ലിയർ ആയില്ലേ? 24th ക്വസ്റ്റ്യൻ ആണ്. 24 കൂടി വേഗം പറയാം. 24 പറയാം. ബയോപ്സി ആൻഡ് സർജിക്കൽ റിസെക്ഷൻ. ബയോപ്സി അതാണോ ചോദിക്കണേ? ബയോപ്സി ആൻഡ് സർജിക്കൽ റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ്. Surgical resection, RESECTION, resection of tumors are done in dash oncology. Are done in dash oncology. Oncology വിഭാഗത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് ബയോപ്സി എന്ന് പറയുന്നത്. ഈ ബയോപ്സി ചെയ്യും, പിന്നെ പല മുഴകളൊക്കെ റിസെക്ട് ചെയ്യും. അത് ഒക്കെ സർജറി പ്രൊസീജിയേഴ്സിലൂടെ ഒക്കെ എങ്ങനെ ചെയ്യുന്ന ഒരു ഓങ്കോളജിയുടെ പേര് പറഞ്ഞിരുന്നല്ലോ. ബയോപ്സി ആൻഡ് സർജിക്കൽ റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ് ആർ ഡൺ ഇൻ ഡാഷ് ഓങ്കോളജി. അതിപ്പോ വീണ്ടും തന്നെ ഡിസോർഡർ ആയിട്ട് ഇങ്ങനെ താഴെ ഡിസെൻഡിങ് ഓർഡറിൽ വീണ്ടും പറയിപ്പിക്കുകയാണ് നിങ്ങള്, പരീക്ഷിക്കുകയാണ് എന്നെ. എക്സ്പാൻഡ് പെറ്റ് 23, 24 പറഞ്ഞു, അപ്പൊ 23ലേക്ക് പോയി. എക്സ്പാൻഡ് പെറ്റ് PET നേരത്തെ പറഞ്ഞ ഓർഡറിൽ തന്നെയാണോ ഇനിയും ടീച്ചർ പറയാൻ പോണേന്ന് പരീക്ഷിക്കാണോ? നമ്മളടുത്ത ചാപ്റ്ററിലേക്ക് പോകണം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത് വേഗം ഒന്ന് ക്വസ്റ്റ്യൻസ് വേഗം അത് തപ്പിത്തറയുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ എഴുതി കൊണ്ടെന്ന് വെച്ചിട്ട് കുറെ ദിവസമായി. കഴിഞ്ഞ ആഴ്ച നമുക്ക് ക്ലാസ് ഉണ്ടായില്ലേ? ഉണ്ടായല്ലോ. കഴിഞ്ഞ ആഴ്ച ഉണ്ടായി, നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിന്റെ പിറ്റേ ദിവസം അത് തന്നെ, പിറ്റേ ദിവസം കൂടി ഞാൻ വരാന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ എഴുതി വെച്ചേക്കണ്ട ക്വസ്റ്റ്യൻ. ട്യൂസ്ഡേ മുതൽ നമുക്ക് 2 ദിവസം ക്ലാസ് ഉണ്ടായില്ലല്ലോ, 2-3 ദിവസം ക്ലാസ് പോയി. അപ്പോഴേ തുടങ്ങി കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരാൻ വേണ്ടി. എഴുതി ഫോം ചെയ്തൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാ. ഓക്കെ, ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടാതെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആരോടെങ്കിലും, കൂട്ടുകാരൊക്കെ ഉണ്ടാവല്ലോ ഇവിടെ അല്ലെ, അവരോടൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി ഒന്ന് എടുക്കുക. എന്നിട്ട് അതിന്റെ ആൻസേഴ്സ് എന്തായാലും എല്ലാവരും കണ്ടുപിടിച്ചിട്ട് വരിക കേട്ടാ. കാരണം നമുക്ക് അല്ലെങ്കിൽ സമയം പോകും. നമ്മൾ ഇനി അതും പിടിച്ചുകൊണ്ടൊക്കെ തന്നെ ഇരുന്ന് ഓൾറെഡി നമ്മൾ ഒത്തിരി ദിവസങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തേക്കണേ അല്ലേ? ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ മറ്റു ടീച്ചേഴ്സൊക്കെ ചിലപ്പോൾ 5-6 ചാപ്റ്റേഴ്സ് എടുത്ത് തീർത്തിട്ടുണ്ടാവും ഇപ്പൊ അല്ലേ? am I right? പറഞ്ഞ ശരിയല്ലേ? ആണ്. കണ്ട, അതെന്താ കാരണം? നമ്മളുടെ ചാപ്റ്റർ അങ്ങനത്തെ ആയിരുന്നു. കുറെ ഡിപ്പാർട്ട്മെന്റുകളും ആ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഓരോ പുതിയ ശരീരത്തിലെ ഓർഗൻസിന്റെ പേരുകളൊക്കെ വരുമ്പോ അത് ഏതാണ്, എന്താണ്, അതിന് എന്ത് രോഗം, ആ രോഗത്തിന് എന്ത് പ്രതിവിധി, ട്രീറ്റ്മെന്റുകൾ, അത് തന്നെ. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് കുറെ ഉണ്ടായി പറയാൻ തന്നെ. അപ്പൊ ഒത്തിരി അതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയതും ഇത്രയും ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തതും അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇനിയിപ്പൊ ഏകദേശം അരച്ച് കലക്കിയ പോലെ നിങ്ങളത് പഠിച്ചു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്രയും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഷുവറാണ്. ഈ ആഫ്റ്റർ ഓൾ നിങ്ങളുടെയും കൂടി ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക എന്നുള്ളത്. നമ്മൾ ഇവിടെ തന്നെ ഇരുന്ന് അങ്ങനെ ഈ 1 മണിക്കൂർ കൊണ്ട് മുഴുവൻ അങ്ങോട്ട് കാണാപ്പാടം പഠിച്ചിട്ട് പോകാൻ നടക്കുന്ന കാര്യമല്ല. കാരണം 1 മണിക്കൂറാണ് നമുക്ക് ക്ലാസ് ഉള്ളത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ ജസ്റ്റ് 1-2 പ്രാവശ്യമൊക്കെ ആ ടോപ്പിക് ഒന്ന് വായിച്ചു നോക്കിയാൽ സൂപ്പർ ആയിട്ട് മനസ്സിലായി. അതുപോലെ തന്നെ എന്ത് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ഇവിടുന്ന് തിരിച്ച് മറിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ രീതിയിൽ പഠിക്കാം. അതുകൊണ്ടാണ് സമയം നമ്മളുടെ ഇത്രയും പോയത്. നമ്മളിനി അടുത്ത ചാപ്റ്ററിലേക്ക് നീങ്ങാണ് പതുക്കെ. നെക്സ്റ്റ് ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്തണ്ടേ? കുറച്ച് അധികം ഞാൻ എടുക്കില്ല. കാരണം വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പോലത്തെയുള്ള, അതായത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്നറിയോ? അതായത് നമ്മളുടെ മറ്റ് ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സിനെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ മറ്റേതിന് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചാപ്റ്റർ ആണ്. അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞത് ഇപ്പൊ ഫാർമസിയൊക്കെ നമ്മൾ പഠിക്കാൻ പോകാം. ഇവിടെയൊക്കെ കുറെ എന്തൊക്കെയോ ഫാർമസിയുടെ ഫങ്ഷൻസ് എന്താണ്, എന്തൊക്കെയാണ് അവിടെ ഫാർമസിയിൽ നടക്കുന്നത്, ഫാർമസിസ്റ്റ് ആരാണ്, ഫാർമസിസ്റ്റിന്റെ റോൾ എന്താണ്, ഫാർമസിയിൽ എന്തൊക്കെ തരത്തിലുള്ള മരുന്നുകൾ, ചില കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ എന്താ പറയാ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുള്ള രീതിയിലുള്ളതാണ്. മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് ഇന്ന അസുഖത്തിനുള്ളതാണ് ഇന്ന ഡിപ്പാർട്ട്മെന്റ്, അപ്പൊ ഇന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ അതിനകത്ത് വരുന്ന ഓർഗൻസ് എന്നൊക്കെ നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇത് കുറച്ച് നമ്മൾ തിയറി പാർട്ടൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അങ്ങനത്തെ ചാപ്റ്റേഴ്സിൽ. ഇത് മാത്രമല്ല, പ്രശ്നം വേറെ ഒന്നുമല്ല. ഇതുപോലെ തന്നെ ഇനി 3rd and 4th മൊഡ്യൂളിൽ വരുമ്പേ ഇതുപോലത്തെ ഒക്കെ കുറെ കണക്ട് ചെയ്യുന്ന, അതായത് മൊത്തത്തിൽ ഹോസ്പിറ്റലിനെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളല്ല, കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഓവറോൾ എല്ലാ ഓർഗനൈസേഷനെയും ബാധിക്കുന്ന ചില കാര്യങ്ങളൊക്കെ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് ബിസിനസ് സ്ഥാപനം എടുത്താലും ഹ്യൂമൻ റിസോഴ്സസ് ഇല്ലാത്ത ഒരു സ്ഥാപനമില്ല. മനുഷ്യന്റെ പ്രവർത്തനം എന്തായാലും എത്ര കണ്ട് നമ്മൾ പറയുകയാണ്, ഒത്തിരി മെഷീനറീസ്, ഒത്തിരി ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ മനുഷ്യന്മാർക്ക് പകരം മെഷീൻസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും
ദർ ഇസ് നീഡ് ഓഫ് മാൻ പവർ. മനുഷ്യന്മാരുടെ ആ ഒരു പ്രവർത്തനം ഇല്ലാതെ മനുഷ്യന് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ ഒരാൾ വേണമല്ലോ. അപ്പൊ അതെന്തായാലും മനുഷ്യന് ആവശ്യമുണ്ട്. അപ്പൊ ഹ്യൂമൻ പവറിനെ മാനേജ് ചെയ്യുന്നത് അപ്പൊ അത് ഹോസ്പിറ്റൽസിൽ മാത്രമല്ല എല്ലാ ഓർഗനൈസേഷനും ബാധകമാണ്. പബ്ലിക് റിലേഷൻസ്, PRO എന്നൊക്കെ കേട്ടിട്ടില്ലേ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ. അതായത് നമ്മുടെ പബ്ലിക്കുമായിട്ട് പല ഓർഗനൈസേഷനും ലിങ്ക് ചെയ്യുന്ന, കണക്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് പൊതുജനങ്ങൾ, പുറത്തുള്ളവരും ആ ബിസിനസ് ഓർഗനൈസേഷൻ, അവരെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന പല ഘടകങ്ങളുണ്ട്, പല ഫാക്ടേഴ്സ് ഉണ്ട്, അതിന് ഉള്ളിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എല്ലാ ഓർഗനൈസേഷനും ബാധകമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് 3rd and 4th മൊഡ്യൂളിൽ വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ രീതിയിലുള്ള പഠന രീതി മാത്രം, അതായത് നമ്മളിങ്ങനെ തത്തമ്മേ പൂച്ച എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന ആ രീതി നമുക്ക് അവിടെ നടക്കില്ല. യു ഹാവ് ടു റീഡ്. ഒരുപാട് വായിക്കേണ്ടി വരും, കുറച്ചൊക്കെ വായിച്ച് മനസ്സിലാക്കേണ്ടി വരും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പൊ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. ഫാർമസി. ഐ തിങ്ക് ഫാർമസിയൊക്കെ നമുക്ക് അറിയാം എന്താണ് ഫാർമസി. നമ്മളെ സംബന്ധിച്ച് ഫാർമസി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് 2 കാര്യങ്ങളാണ് അറിയുന്നത്. എന്താ, നമ്മള് കുറച്ച് എന്താ പറയാ, ഇപ്പൊ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. കൺസൾട്ടേഷൻ ഒക്കെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമ്മളിപ്പോ കയറി ഇറങ്ങി വന്നു അല്ലെ. ഹോസ്പിറ്റലില് ഏതൊക്കെ നമ്മൾ കയറാത്തതായിട്ടുള്ള കുറെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ അപ്പൊ നമ്മൾ കയറി വന്നു അല്ലെ. കാഷ്വാലിറ്റി, എമർജൻസി, എന്താ പറയാ, ICU, ഓപ്പറേഷൻ തിയേറ്റർ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമ്മൾ കയറി ഇറങ്ങി വന്നു. ഇപ്പൊ നമ്മൾ ഇനി കയറാൻ പോകുന്നത് ഫാർമസിയിലേക്ക് ഒന്ന് കുറച്ച് വിശാലമായിട്ട് കയറാം. ഫാർമസിയെ കുറിച്ച് നമ്മൾ ഒരു ചെറിയ ഇൻട്രൊഡക്ഷനും അല്ലെങ്കിൽ ചെറിയൊരു കാര്യമൊക്കെ നമ്മൾ ഷോർട്ട് നോട്ട് പോലെ എഴുതി. ഫ്രം വേർ ദ മെഡിസിൻസ് ഓർ ഫാർമസ്യൂട്ടിക്കൽസ് ആർ കളക്ടഡ് ബൈ എ പേഷ്യന്റ്. ഒരു പേഷ്യന്റിന് അവർക്ക് വേണ്ട രോഗം ഭേദമാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന മെഡിസിൻസ്. ഇത് രോഗം ഭേദമാകണമെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ആശുപത്രി കോമ്പൗണ്ട് വിട്ടു പോയാൽ നമ്മുടെ രോഗം ഭേദമാകുന്നില്ല അല്ലെ. ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ഒരു ഇതുപോലെ പറയും, കുട്ടികൾക്കൊക്കെ വയ്യാണ്ടാവുമ്പോഴേ നമ്മൾ പറയുമല്ലോ, ആ ഡോക്ടറെ ഒന്ന് കണ്ടാൽ മതി, ആ സമയം വരും, ആ കുട്ടിയെ ഡോക്ടറെ ഒന്ന് കാണിച്ചാൽ മതി, അപ്പൊ തന്നെ രോഗം മാറി. അതായത് മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് ഡോക്ടറെ, അതായത് വൈദ്യന് കൊടുക്കേണ്ടത് വൈദ്യന് തന്നെ കൊണ്ട് കൊടുക്കണം അല്ലെ. അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ ആ ഡോക്ടറിന്റെ അടുത്ത് ഇപ്പൊ ഇത്രയും വയ്യാണ്ട് കിടന്ന കുട്ടീനെ ചിലപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി മരുന്ന് കൊടുത്തിട്ടില്ല, പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ബിഫോർ, അതിനു മുമ്പ് തന്നെ ആൾക്കുടെ അസുഖം മാറി ഭയങ്കര എനർജി ആയിട്ട് ചിലപ്പോൾ ഓടി നടക്കുന്നത്. കുട്ടികളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. വെറുതെ പറയുന്നത് തന്നെയാണ്. ആ ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ തന്നെ പിന്നീടാണ് നമ്മൾ വീട്ടിൽ വന്നിട്ട് മരുന്നൊക്കെ കൊടുക്കുന്നത്. അത് നമ്മൾ പറയാം. പക്ഷെ ആക്ച്വലി അതല്ല സംഭവിക്കുന്നത്. എന്തായാലും നമ്മൾ തരുന്ന പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് നമ്മൾ കൊണ്ടുപോയി അത് വാങ്ങിച്ച് കൊണ്ടായാലും രോഗം മാറില്ല. അത് പ്രിസ്ക്രൈബ്ഡ് മാനറിൽ തന്നെ, ഏത് രീതിയിലാണോ നമുക്ക് തന്നിരിക്കുന്നത്, പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ സമയത്ത് കഴിക്കാനാണോ ആ ഇൻസ്ട്രക്ഷൻസിലൂടെ തന്നെ നമ്മളത് ഫോളോ ചെയ്ത് കഴിക്കുമ്പോഴാണ് നമ്മുടെ രോഗത്തിന് വിമുക്തി ഉണ്ടാകുക. അപ്പൊ അതാണ് ഫാർമസി. അപ്പൊ മെഡിസിൻസ് കളക്ട് ചെയ്യാൻ. അപ്പൊ നമ്മൾ വിചാരിക്കും ഫാർമസിയിൽ ഈ ഒരു കാര്യം മാത്രമാണോ നടക്കുന്നത്, അതായത് ഈ വരുന്ന പേഷ്യൻസിനൊക്കെ മരുന്നുകൾ കൊടുത്തു വിടുക, ദാറ്റ്സ് ഓൾ, അത്രയും ഉള്ളോ ഫാർമസിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ലെറ്റ്സ് സീ എന്തൊക്കെയാണ് ഫാർമസിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെ വിശദമായിട്ട് നല്ല കൃത്യമായ രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫാർമസി എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഫാർമസി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. ഇൻ എവറി ഹോസ്പിറ്റൽ, ഏതൊരു ഹോസ്പിറ്റൽ നമ്മൾ എടുത്താലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ ഫാർമസി ഇല്ലാതെയുള്ള ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ബിക്കോസ് വരുന്ന രോഗികൾക്ക് എന്തായാലും മരുന്ന് കൊടുത്ത് വിടണം അല്ലെ. അത് പുറത്തൊന്ന് പോയി വാങ്ങിച്ചോ എന്ന് പറയുന്നത് അത്ര നല്ല ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഹോസ്പിറ്റലാണെങ്കിൽ നമ്മൾ ക്ലിനിക്കിൽ പോകും ഡോക്ടേഴ്സിനെ കാണാൻ അല്ലെ. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഹോസ്പിറ്റൽസിൽ യൂണ്ടും തള്ളും, എന്താ പറയാ, അവിടെ ചീട്ട് നിൽക്കണം, ഒത്തിരി പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ ടെൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ചില ആൾക്കാർ എന്നാലും വേണ്ടിയില്ല ക്ലിനിക്കിൽ പോയിട്ട് അവിടെ ചിലപ്പോൾ ഈ പറഞ്ഞ ഫാർമസി ഉണ്ടാവണം നിർബന്ധമില്ല. എന്നാൽ ഹോസ്പിറ്റൽ ആകണമെങ്കിൽ അതിന്റെ ഒരു ഇത് കംപ്ലീറ്റ് ആകണമെങ്കിൽ ദർ ഷുഡ് ബി എ ഫാർമസി ഇൻ ദ ഹോസ്പിറ്റൽ. തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസി എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഹോസ്പിറ്റൽസിൽ സാധാരണ എന്താണ് ഈ ഫാർമസി ചെയ്യുന്നത്, ഹോസ്പിറ്റലിന്റെ ഫാർമസിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ വിച്ച് ദേ ഹാൻഡിൽസ് ദ പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ്, കോമ്പൗണ്ടിങ്, ഡിസ്പെൻസിങ്, മാനുഫാക്ചറിങ് ആൻഡ് പാക്കിംഗ്, ടെസ്റ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡ്രഗ്സ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും മരുന്ന് എടുത്തു തരിക എന്നുള്ളത് മാത്രമായിരിക്കും അവിടുത്തെ റെസ്പോൺസിബിലിറ്റി എന്ന്. അല്ല, ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. എന്താ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകൾക്ക് മരുന്ന് കൊടുക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ദർ ഇൻ ദ ഹോസ്പിറ്റൽ ഫാർമസി. ഹോസ്പിറ്റലിന്റെ ഫാർമസിയിലെ റാക്സിൽ അവിടെ മരുന്നുകൾ വേണം, എന്നാൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് വാങ്ങിച്ചു വെക്കുക എന്നുള്ളത്, അത് സ്റ്റോർ ചെയ്യുക കൃത്യമായിട്ട്. വെറുതെ കൊണ്ടുവന്ന് പെട്ടിയിൽ കൊണ്ടുവന്ന് ആ പെട്ടി അവിടെ തന്നെ കൊണ്ടുവന്ന്
വെച്ചു. പലതരത്തിലുള്ള മെഡിസിൻസ് എല്ലാം കൂടി എന്താ പറയാ അടുക്കി പറക്കിയൊക്കെ ഒരു പെട്ടിയിലാക്കി കൊണ്ടുവരും. അത് അങ്ങനെ തന്നെ വെച്ചിരുന്ന കാര്യമില്ല. അത് കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്ത് സ്റ്റോർ ചെയ്യണം. ബിക്കോസ് വരുന്ന പേഷ്യൻസ് എന്ത് രോഗവുമായിട്ടാണോ അല്ലെങ്കിൽ എന്ത് മെഡിസിൻസ് ആണോ അവർക്ക് കൊടുക്കേണ്ടത് ആ ഒരു പ്രിസ്ക്രിപ്ഷൻസ് അനുസരിച്ച് എന്ത് ചെയ്യണം, അവർക്ക് കൊടുക്കണം. അപ്പൊ അത് പ്രത്യേക രീതിയിൽ അവർ അറേഞ്ച് ചെയ്യും അല്ലെ. കണ്ടിട്ടുണ്ടായിരിക്കും ഓരോ മരുന്നുകൾ ഇന്ന സ്ഥലങ്ങളിലാണ് ഏകദേശം ഇരിക്കുന്നതെന്ന് അവർക്കതറിയാം. അത് ആ രീതിയിലാണ് അവരതിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ സ്റ്റോറേജ് ഈസ് ദ ഇമ്പോർട്ടന്റ് തിങ്. കൊണ്ടുവന്ന് വെച്ചാൽ മാത്രം പോരെ, എവിടെയെങ്കിലും തോന്നിയോടത്ത് കിട്ടാൻ പോരെ. നമ്മൾ ചില സാധനങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ ഇടുന്ന പോലെ പറ്റില്ല. ഇത് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യണം. അതുകൊണ്ട് ഇന്ന മരുന്ന്, ഈ മരുന്നാണ് അത് ഇന്ന സ്ഥലത്താ. അപ്പൊ തന്നെ അവർക്ക് അത് വായിക്കുമ്പോ തന്നെ ആ ലിസ്റ്റ് വായിക്കുമ്പോ തന്നെ ഇന്ന മരുന്നുകൾ ഇന്ന സ്ഥലങ്ങളിൽ ഉണ്ട് എന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ രീതിയിലായിരിക്കും അവരതിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ കോമ്പൗണ്ട് ചെയ്യേണ്ടി വരും. ചില മെഡിസിൻസ് ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്യേണ്ടി വരും. കോമ്പൗണ്ട് ആക്കി, അതായത് ഒരെണ്ണമൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ വിചാരിക്കും ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ മരുന്ന് കൊടുക്കൽ മാത്രമല്ല, ഇത് കൊണ്ടുവന്ന് വെക്കൽ മാത്രമല്ല, സ്റ്റോർ ചെയ്ത് ചെയ്യുന്നത് മാത്രമല്ല. ചില മെഡിസിൻസ് അവരൊക്കെ റിസർച്ച് ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ആ റിസർച്ചിങ്ങിലൊക്കെ കൂടെ കണ്ടെത്തി അത് എന്താ പറയാ ഒന്ന് സാമ്പിളൊക്കെ ചെയ്ത് നോക്കി, ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി അത് ഓക്കെ ആണോ എന്നൊക്കെ മനസ്സിലാക്കുന്നതൊക്കെ ഉണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. കോമ്പൗണ്ടിങ് ഉണ്ട്, ഡിസ്പെൻസിങ് ഉണ്ട്. എന്താ ഡിസ്പെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആളുകൾക്ക് കൊടുക്കുക. അത് ഹോസ്പിറ്റലിന്റെ അകത്ത് ഇൻപേഷ്യൻസിന് കൊടുക്കുന്നു, ഔട്ട് പേഷ്യൻസിന് കൊടുക്കുന്നു, വാർഡുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതെല്ലാം കൂടിയാണ് ഡിസ്പെൻസിങ് എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടിങ് തന്നെയാണ്. മാനുഫാക്ചറിങ്, ചില പുതിയ മരുന്നുകൾ അവർ റിസർച്ചിലൂടെ കണ്ടെത്തി പുതിയതായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. പിന്നെന്താ, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഉണ്ടാക്കിയ മരുന്ന് ശരിയാണോ അത് തെറ്റാണോ എന്ന് നോക്കണ്ടേ അല്ലെ. അതായത് പരീക്ഷിച്ചു നോക്കേണ്ടി വരും, ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പൊ അത് ഓക്കെ ആണോ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റുകൾ ഒന്നും ഇല്ല എന്ന് മേക്ക് ഷുവർ ചെയ്യണം. അല്ലാതെ ഉണ്ടാക്കിയപ്പോ തന്നെ ആർക്കെങ്കിലും കൊടുത്ത് അവരെ പരീക്ഷിച്ച കാര്യം നടക്കുമോ? ചിലപ്പോ എന്തെങ്കിലും നെഗറ്റീവ് അഡ്വേഴ്സ് ആയിട്ട് അതിനെ എഫക്ട് ചെയ്താലോ, ആളുകൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി ടെസ്റ്റഡ് പ്രോപ്പർലി. അത് കൃത്യമായ രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ കൃത്യമായി പാക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഡ്രഗ്സ് എവിടേക്കൊക്കെയാണോ വേണ്ടത്, ആർക്കൊക്കെയാണോ വേണ്ടത് അതനുസരിച്ച് കൊടുക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഫാർമസിക്കാർ ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മളുടെ കണ്ണിൽ നോക്കുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് മരുന്ന് എടുത്തു തരുന്നു. ഇതാണ് ഫാർമസിയുടെ ജോലി അല്ല. അപ്പൊ എന്തൊക്കെയാ ചെയ്യുന്നത്? കോമ്പൗണ്ടിങ്, ഡിസ്പെൻസിങ്, പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ്, കോമ്പൗണ്ടിങ്, ഡിസ്പെൻസിങ്, മാനുഫാക്ചറിങ്, ടെസ്റ്റിംഗ് ആൻഡ് ഓൾസോ പാക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ്. ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആണ് ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസി. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിന്റെ ഫാർമസിനെ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്താണത്? വിച്ച് ഹാൻഡിൽസ് ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഹാൻഡിൽസ് ദ പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ്, കോമ്പൗണ്ടിങ്, ഡിസ്പെൻസിങ്, മാനുഫാക്ചറിങ്, ടെസ്റ്റിംഗ്, പാക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ്. മനസ്സിലായോ? ഇനി അങ്ങനെ വരുമ്പോ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് സ്റ്റോർ ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇനി പുതിയതായിട്ട് മാനുഫാക്ചർ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് പോയിന്റ് ആയിട്ട് പറഞ്ഞത്. അപ്പൊ പുതിയതായിട്ട് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ ദേ ഷുഡ് മേക്ക് സം സ്റ്റഡി ഓർ റിസർച്ച്. അവരതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചില പഠനങ്ങൾക്ക് വിധേയമാക്കണം ഫാർമസിയിലെ. ഓക്കെ, അപ്പൊ റിസർച്ച് നടത്തി പഠനങ്ങൾക്ക് വിധേയമാക്കി ഫാർമസ്യൂട്ടിക്കൽ സർവീസസ്, അതായത് അവർക്ക് മരുന്നുപരമായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് കണ്ടെത്തലുകളൊക്കെ നടത്തുന്ന സേവനങ്ങൾ കൂടി ഫാർമസികൾ ചെയ്യുന്നുണ്ട്. അതായത് ഇന്ന മരുന്നുമായി കൂട്ടിയാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ പുതിയതായിട്ടൊരു മരുന്ന് ഇതിനു വേണ്ടി. കാരണം ഇന്നിപ്പോ പുതിയ മരുന്നുകൾ ഓരോ ഹോസ്പിറ്റൽസ് തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. ബിക്കോസ് രോഗങ്ങളുമായിട്ട് പല രോഗങ്ങൾ എന്തെങ്കിലും ഒരു കോമൺ സിമിലാരിറ്റീസ് ഒന്നുമില്ല വരുന്ന രോഗങ്ങൾക്ക്. ഒരാൾക്ക് വരുന്ന രോഗത്തിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ട് മറ്റൊരാൾക്ക് രോഗം വരുന്നത്. അപ്പൊ രോഗങ്ങൾക്ക് ഒരു പ്രത്യേക എന്താ പറയാ ഒരു നേച്ചറിൽ ഒരു സ്വഭാവം ഇല്ല. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സമയത്തും നമ്മൾ കേൾക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള അസുഖങ്ങളാണ്. സോ ദേ ഹാവ് ടു മേക്ക് സം റിസർച്ച് സ്റ്റഡീസ്. അപ്പൊ അതുകൊണ്ട് തന്നെ രോഗങ്ങളെ കുറിച്ച് പഠിക്കണം. ആ രോഗങ്ങൾക്ക് എന്ത് മരുന്നുകൾ കൊടുക്കാൻ പറ്റുമെന്ന് പഠിക്കണം. അത് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽസ് നിന്ന് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പല ഹോസ്പിറ്റൽ ഫാർമസീസും അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഹോസ്പിറ്റൽസ് തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വഴിയെ പോണവർക്കൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ളതും ക്വാളിഫൈഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഫാർമസിസ്റ്റുകളായിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ക്വാളിഫൈഡ് ആൻഡ് എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യക്ഷമതയുള്ളവരായിരിക്കണം. എന്ന് വെച്ചാൽ ഫാർമസിയിലെ ഡ്രഗ്സിനെയൊക്കെ കൃത്യമായിട്ട് അറിയാനും പുതിയ റിസർച്ചസിലൂടെ അവർക്ക് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഒക്കെ കഴിവുള്ളവരായിരിക്കണം ആര്? ഹോസ്പിറ്റൽ ഫാർമസി ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഈ പറയുന്ന ഇവർക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കുറച്ച് എന്താ പറയാ കാര്യങ്ങൾ അവർ തന്നെ സ്വന്തമായിട്ട് ചെയ്യേണ്ടതുണ്ട്. ദേ ഹാവ് ടു മേക്ക് ഓർഡേഴ്സ് ഫോർ ന്യൂ ഡ്രഗ്സ്. പുതിയ ഡ്രഗുകൾ കൊണ്ടുവരുന്ന
ചെയ്യുന്നതിനുള്ള ഓർഡർ കൊടുക്കേണ്ടി വരും, അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ഓൾസോ സ്റ്റോറിങ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, സ്റ്റോർ ചെയ്യാം, അത് സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്യണം. ചില മെഡിസിൻസ് ഒക്കെ ഇങ്ങനെ അബദ്ധവശാൽ പല രീതിയിലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് സീക്രട്ട് ആയിട്ട് വെക്കേണ്ട മെഡിസിൻസ് ഒക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ സെക്യൂർഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട മെഡിസിൻസ് ഉണ്ടായിരിക്കും അല്ലെ. ചില മെഡിസിൻസ് ഒക്കെ നമ്മൾ അങ്ങനെ ഭയങ്കര കെയർലെസ് ആയിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് മിസ്യൂസ് ചെയ്യാൻ ആളുകൾ മിസ്യൂസ് ചെയ്യാനായിട്ട് അതിനകത്ത് സാധ്യതകളുണ്ട്, ചാൻസസ് ഉണ്ട്. അതിന് വഴി വരുത്താതെ അല്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനായിട്ട് വഴി വരുത്താതെ ഒക്കെ ആണ് ഇത് എന്ത് ചെയ്യേണ്ടത്, സെക്യൂർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട മെഡിസിൻസും ഉണ്ട് ഹോസ്പിറ്റൽസിൽ. അതൊക്കെ ചെയ്യേണ്ടതും ഈ ഹോസ്പിറ്റലിന്റെ ഫാർമസിസ്റ്റുകളാണ്, ഈ ഫാർമസി കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദർ ഈസ് adequate supply of medicine in the hospital. തീർച്ചയായിട്ടും ഹോസ്പിറ്റലിന്റെ ഫാർമസി കൈകാര്യം ചെയ്യുന്നവരെ അറിഞ്ഞിരിക്കണം ആവശ്യത്തിന് മരുന്നുകൾ ഹോസ്പിറ്റലിന്റെ റാക്സിനകത്ത് ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ഇന്ന മരുന്നുകൾ എന്തായാലും ഇത്ര ഓർഡർ, അതിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് അതിനെ കുറിച്ചൊക്കെ. എന്ത് സാധനമായാലും ഇപ്പൊ ഒരു ഏതെങ്കിലും ഒരു കട നടത്തുന്ന ആൾക്കാര്, ഏതെങ്കിലും ഒരു മറ്റു ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാർ, ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നു, അല്ലെങ്കിൽ ഒരു തുണി എന്താ പറയാ ചെരുപ്പ് കട നടത്തുന്നു, നമുക്കറിയാം ചില സാധനങ്ങൾക്ക് ഹൈ ഓൺ ഡിമാൻഡ് ആയിരിക്കും ചില കാര്യങ്ങൾക്ക്. അപ്പൊ ആ ഒരു ഡിമാൻഡിന്റെ ആ ഒരു കാര്യമൊക്കെ ബിസിനസ്സുകാരനാവുമ്പോൾ അയാൾക്ക് അത് അറിയണം, ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന സമയത്ത് ഡിമാൻഡ് ഉണ്ട്. സോ അവരത് കൊണ്ടുവന്ന് വെക്കാനായിട്ട് ഇത്ര യൂണിറ്റ് ഒക്കെ, ഇപ്പൊ ഒരു 10, 20, 2000 യൂണിറ്റ് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചു, അത് അതിൽ നിന്ന് എടുത്ത് വിറ്റു പോകുമ്പോ അത് അവിടെ യൂണിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അത് എന്താ പറയാ വീണ്ടും കൊണ്ടുവന്ന് അതിനെ റീസ്റ്റോക്ക് ചെയ്യണം. ബിക്കോസ് ഇത് ഇല്ല എന്നൊരു അവസ്ഥ ആളുകളില് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പാടില്ല. അത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് വിചാരിക്കോ അന്ന് ചോദിച്ചപ്പോ അവിടെ ഉണ്ടായില്ല, അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകണ്ട, വേറെ കടയിൽ പോയി ചോദിക്കാം എന്ന് ആണ് സാധാരണ ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ കസ്റ്റമേഴ്സിനെ അറിയാം. അവരെ ആർക്കും വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ അന്ന് അത് കൊണ്ടുവന്നിട്ട് മേടിക്കാമെന്ന് നമ്മൾ വിചാരിക്കും. പണ്ട് കുറച്ചുകൂടി മുമ്പാണ്. ഇന്ന് എല്ലാവരും ഫാസ്റ്റ് ഫോർവേഡ് ആണ്, ആർക്കും കാത്തു നിൽക്കാനൊന്നും എന്താ പറയാ സമയമില്ല. അവർക്ക് എപ്പോഴും അവരവരുടെ കാര്യങ്ങൾ എപ്പോഴും അപ്പൊ തന്നെ നടക്കണം, വിതിൻ ടൈം ആണ്. അവർക്ക് നോ ടൈം ടു വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല. ഒന്ന് വരട്ടെ, കുറച്ച് വെയിറ്റ് ചെയ്യാം, അങ്ങനെ ചെയ്തില്ല, അപ്പൊ തന്നെ കൃത്യം കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഒരു കാര്യങ്ങൾ. എന്ന് വെച്ചാൽ എന്താ പറയാ, നമ്മള് എല്ലാത്തിലും ബിസി ആണല്ലോ. സോ എന്തിനാ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വേറെയും ഉണ്ട്, അവിടെ നമുക്ക് കിട്ടും, പിന്നെ നമ്മൾ എന്തിന് ഇവരുടെ ഇത് വേണ്ടി കാത്തിരിക്കണം, അങ്ങനെയൊക്കെ വരും. അപ്പൊ അതുപോലെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ഹോസ്പിറ്റൽസിലെയും ഫാർമസിയിലെ എന്തൊക്കെ മെഡിസിൻസ് ഉണ്ടോ അതൊക്കെ അതിന്റെ സ്റ്റോക്ക് ബിലോ പോകാതെ, അതായത് ഒരു ആവറേജ് സ്റ്റോക്കിന്റെ താഴെ പോകാതെ അതെന്ത് ചെയ്യാം, എപ്പോഴും അത് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളത് ഹോസ്പിറ്റലിന്റെ ഫാർമസിക്കാര് അല്ലെങ്കിൽ ഫാർമസിയെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്, മേക്ക് ഷുവർ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയെ കുറിച്ച് എന്താ പറയാ നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം. ഹോസ്പിറ്റലിന്റെ ഫാർമസി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഹോസ്പിറ്റലിലെ. കാരണം ഇവിടെ ഇല്ലെങ്കിൽ, അതായത് ഹോസ്പിറ്റൽ ഫാർമസി ഇല്ലെങ്കിൽ രോഗം ഭേദമാകുന്നതിനുള്ള ആ വഴി കുറച്ചടഞ്ഞു. അത് വേറെ സ്ഥലത്ത് കിട്ടുമെന്നായിരിക്കും അപ്പൊ നമ്മൾ പറയുന്നത്. പക്ഷെ അതല്ലല്ലോ, ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്ന എന്തിനു വേണ്ടിയിട്ടാ, എല്ലാ സംഗതികളും അവിടെ തന്നെ ചെയ്ത് പുറത്തേക്ക് പോരുന്നതാണ്. അല്ലാണ്ട് ഇങ്ങനെ എന്താ പറയാ ക്ലിനിക്കിൽ പോയി മരുന്ന് മേടിച്ചു, ഇനി അത് കഴിയുമ്പോ എന്താ പറയാ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെന്നപ്പോ അടുത്ത ടെസ്റ്റിന്റെ സ്ഥലത്ത് പോയി ഒത്തിരി സ്ഥലത്ത് നമ്മളിങ്ങനെ പരക്കം മാഞ്ഞ് ഓടി നടക്കേണ്ടി വരും അല്ലെ. അപ്പൊ ഇതെല്ലാം ഒരു റൂഫിന്റെ കീഴിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ നമ്മൾ ചില അസുഖങ്ങൾ വരുമ്പോൾ തീർച്ചയായും ഹോസ്പിറ്റൽസിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിന്റെ ഫാർമസി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം. ഹോസ്പിറ്റലിന്റെ ഫാർമസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് the department which handles the procurement, storage, dispensing, compounding, manufacturing, testing, packing and distribution of drugs എന്നാണ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെയാണ്, ഇതെല്ലാം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെയാണ് ഹോസ്പിറ്റലിന്റെ ഫാർമസി എന്ന് വിളിക്കാം. ആൻഡ് ഓൾസോ this department relates to the education and research in pharmaceutical services. മരുന്നുകളെ സംബന്ധിക്കുന്ന പഠനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സേവനങ്ങളൊക്കെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. സാധാരണ this department is handled by the efficient and also qualified pharmacist. ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുക. മാത്രമല്ല they are responsible for, ഈ ഫാർമസിയിലെ ഫാർമസിസ്റ്റുകൾ റെസ്പോൺസിബിൾ ഫോർ, അവർക്കുള്ള കടമ എന്താ, they have to make orders, they have to make the quality testing of the drugs, storing, security of drugs and medicines in the hospital. ഇതൊക്കെ കൊണ്ടുവരിക, ശ്രദ്ധിച്ച് സൂക്ഷിച്ചു വെക്കുക, ക്വാളിറ്റി ടെസ്റ്റുകൾ നടത്തുക. നമ്മുടെ ഹോസ്പിറ്റൽസിൽ വരുന്ന മരുന്നുകളെല്ലാം ക്വാളിറ്റി ടെസ്റ്റുകൾക്ക് വിധേയമാക്കിയിട്ടാണ് ആളുകൾക്ക് കൊടുക്കുന്നത് കേട്ടോ.
അപ്പൊ ക്വാളിറ്റിയിൽ എന്തെങ്കിലും പുതിയ പുതിയ മരുന്നുകളൊക്കെ വരുമ്പോൾ അത് ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ എന്നൊക്കെ അവർ മേക്ക് ഷുവർ ചെയ്യണം. അല്ലാതെ വേഗം അങ്ങോട്ട് എടുത്ത് കൊടുക്കുകയല്ല ചെയ്യുക. അപ്പൊ ഇതെല്ലാം ചെയ്ത് അത് കൺഫേം ചെയ്തിട്ട് മാത്രമാണ് ആളുകൾക്ക് ഡിസ്പെൻസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദർ ഈസ് ആഡക്വേറ്റ് സപ്ലൈ ഓഫ് മെഡിസിൻ ഇൻ ഹോസ്പിറ്റൽസിൽ ആവശ്യത്തിന് മരുന്നുകൾ സപ്ലൈയിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി അവർ മേക്ക് ഷുവർ ചെയ്യണം. ക്ലിയർ ആയോ? എന്താണ് ഹോസ്പിറ്റൽ ഫാർമസിനെ കുറിച്ച് ഒരു ഐഡിയ ഇപ്പൊ കിട്ടിയോ? നമ്മൾ സാധാരണ പതുക്കെ പോയി നിൽക്കുന്നു, മരുന്ന് നമ്മളുടെ പേര് വിളിക്കുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് മരുന്ന് കളക്ട് ചെയ്യുന്നു, പൈസ അടച്ചു നമ്മൾ പോകുന്നു. ഇത്രയും കാര്യങ്ങളെ നമുക്കറിയുള്ളായിരുന്നു അല്ലെ? കുറച്ചുകൂടി അധികമായിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ഹോസ്പിറ്റൽ ഫാർമസിയിൽ നടക്കുന്ന മറ്റു കാര്യങ്ങൾ എന്താണെന്ന് ക്ലിയർ ആയോ? പറയേ. പറഞ്ഞാലേ എനിക്ക് കയ്യോ എന്തെങ്കിലുമൊക്കെ അവിടെ വന്നാലേ എനിക്ക് അടുത്തയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അടുത്ത ഒരു ഭാഗം കൂടി നമുക്ക് എടുക്കാം, ഒരു പേജ് അത്രയും ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ബിക്കോസ് നിങ്ങൾ ഒന്ന് വായിച്ച് ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇനി ഇൻ കേസ് ചില ആളുകൾ ചിലപ്പോൾ ഇനിയിപ്പോ ആ ചാപ്റ്റർ പ്രിന്റ് ഔട്ട് എടുത്തു വെച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പോകുമ്പോ പറഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ല അടുത്ത ദിവസം ഞാൻ ഫാർമസിയാണ് എടുക്കുന്നതെന്ന് പറയാൻ ഞാൻ വിട്ടുപോയി. ബിക്കോസ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, തൊട്ടടുത്ത ദിവസം തന്നെ ഒരു ക്ലാസ് കിട്ടുന്ന ആ ഒരു ആവേശത്തിലായിപ്പോയി ഞാൻ. പക്ഷെ അത് കിട്ടിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പൊ ആ ഒരു സംഭവം ആയതുകൊണ്ട് ഞാൻ പറയാൻ മറന്നു. അപ്പൊ ആരെങ്കിലും നോട്ട് എടുക്കാത്തതുണ്ടെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചോ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു പേജ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് നോക്കാം എന്താണ് ഹോസ്പിറ്റലിന്റെ ഫാർമസിയിലെ പ്രധാനമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ. ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? അതായത് ഒന്നാമത്തെ കാര്യം ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്. അതായത് അവര് ഹോസ്പിറ്റൽസിൽ എപ്പോഴും തീർച്ചയായിട്ടും ഏത് ഹോസ്പിറ്റൽസും അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചില്ല. അപ്പൊ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണോ ഒരു ഹോസ്പിറ്റൽസിലുള്ളത് അതനുസരിച്ച് ദേ ഹാവ് ടു മേക്ക് ദ ഫോർകാസ്റ്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും വരാൻ സാധ്യതയുള്ള മരുന്നുകളുടെ ഒരു ഡിമാൻഡ് അവർ മുൻകൂട്ടി കാണണം. ഇപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് വിചാരിക്കും ഹോസ്പിറ്റലില്. അപ്പൊ കാർഡിയോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മെഡിസിൻസ് ആണ് അവിടെ വേണ്ടത്, അതൊക്കെ ഉണ്ടോ, അപ്പൊ അത് നേരത്തെ കൂട്ടി തീരുമാനിക്കുക. ഓക്കെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ ആ പീഡിയാട്രിക്സ് വിഭാഗത്തിൽ വരാൻ സാധ്യതയുള്ള മരുന്നുകൾ മെഡിസിൻസ് ഒക്കെ എന്തൊക്കെയാണ് അതൊക്കെ നേരത്തെ കൂട്ടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇതുപോലെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടോ അവിടേക്ക് വേണ്ട മെഡിസിൻസിനെയൊക്കെ ഫോർകാസ്റ്റ് ചെയ്ത് അവരുടെ ഡിമാൻഡ് അനുസരിച്ച് വരാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സ് ഇത്തരം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ പെട്ട ആളുകളാണല്ലോ ഹോസ്പിറ്റൽസിൽ വരിക. അല്ലെങ്കിൽ മോറോവർ ചിലപ്പോൾ ഫിസിഷ്യൻസിനെയും കാണാൻ വരും. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഏതൊക്കെ മരുന്നുകൾക്കാണ് ഡിമാൻഡ് വരാൻ സാധ്യതയുള്ള എന്നുള്ളതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക, ഒരു ഫോർകാസ്റ്റിംഗ് നടത്തുക. ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് അവരെന്ത് ചെയ്യണം? പ്രൊവിഷനിങ്, പർച്ചേസിംഗ്, റിസീവിംഗ്, ഇൻസ്പെക്ഷൻ, ക്വാളിറ്റി ടെസ്റ്റ്, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതനുസരിച്ച് കിട്ടുന്ന മരുന്നുകൾ ആ ഫോർകാസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് മരുന്നുകളൊക്കെ വാങ്ങിക്കുക. പ്രൊവിഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് വെക്കുക, പ്രൊവൈഡ് ചെയ്യുക, അത് പർച്ചേസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അത് വാങ്ങിച്ചു വെക്കുക, അതിനെ റിസീവ് ചെയ്യുക. അതായത് ഓർഡർ കൊടുത്ത് ആ ഓർഡർ പ്ലേസ് ചെയ്ത് വാങ്ങിച്ച് അത് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ പർച്ചേസ് ഓർഡർ കൊടുത്ത് നമ്മൾക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന് അത് റിസീവ് ചെയ്യുക. അതുപോലെ തന്നെ അതിനെയൊക്കെ ഇൻസ്പെക്ട് ചെയ്യണം. കൊണ്ടുവന്നിരിക്കുന്നത് വേഗം അങ്ങനെ തന്നെ പെട്ടിയിലാക്കി കൊണ്ടിട്ട് അവിടെ ചുവപ്പോ എന്ന് പറയാല്ല, ഓർഡർ കൊടുത്ത സംഗതികളെല്ലാം തന്നെ പെട്ടിക്കകത്തുണ്ടോന്ന് നമ്മൾ കൺഫേം ചെയ്യണം, വെരിഫൈ ചെയ്യണം. നമ്മൾ കൊടുത്ത പ്ലേസ് ചെയ്ത ഓർഡറും അതിന്റെ ആ ഒരു ഇതുണ്ടാവുമല്ലോ നമ്മളുടെ കയ്യിൽ, അതിന്റെ പ്രൂഫ്, ആ ഓർഡറും ആൻഡ് മെഡിസിൻസും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക, വെദർ എവറിത്തിങ് ഈസ് ഓക്കെ എന്ന് നോക്കുക. അത് എന്നിട്ട് റിസീവ് ചെയ്ത് അവിടെ ക്വാളിറ്റി ടെസ്റ്റുകളൊക്കെ നടത്തി അതിനൊക്കെ സ്റ്റോർ ചെയ്ത് ആവശ്യമുള്ളപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം. ഹോസ്പിറ്റലിന്റെ ഫാർമസിക്കാർ ചെയ്യേണ്ട കാര്യം ഇതാണ്. അപ്പൊ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഹോസ്പിറ്റൽ ഫാർമസി ദേ ഹാവ് ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ് ഓഫ് മെഡിസിൻസിന്റെ ഒക്കെ ഡിമാൻഡ് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യാം. അക്കോർഡിംഗ് ടു ദാറ്റ് ദേ ഹാവ് ടു മേക്ക് ദ പ്രൊവിഷനിങ്, പർച്ചേസിംഗ്, റിസീവിംഗ്, ഇൻസ്പെക്ടിംഗ്, ക്വാളിറ്റി ടെസ്റ്റ്, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇതെല്ലാം കൃത്യമായിട്ട് കറക്റ്റ് ആ ഓർഡറിലാണ് പോയേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അപ്പൊ നമ്മൾ പറഞ്ഞു എന്താ ഈ പറയുന്ന മെഡിസിൻസ് ഒക്കെ പുറത്തുനിന്നാണല്ലോ വാങ്ങിക്കുന്നത്. എന്തായാലും എല്ലാ മെഡിസിൻസും അവർ നേരത്തെ പറഞ്ഞു മാനുഫാക്ചർ ചെയ്യേണ്ടത് സ്വന്തമായിട്ട് എന്താ പറയാ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാ മെഡിസിൻസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ദേ ഹാവ് ടു സെലക്ട് ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ്. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള സപ്ലയേഴ്സിനെ നോക്കി നമ്മളൊന്ന് എന്താ പറയാ ഡീൽ ചെയ്യാം, നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ കൊട്ടേഷൻ ഒക്കെ കൊടുക്കും ചില ഹോസ്പിറ്റൽസിൽ, അല്ലെങ്കിൽ തന്നെ കൊട്ടേഷൻ അങ്ങോട്ട് കൊടുക്കണ്ട. നമ്മൾക്കറിയാം, നമ്മൾ ഹോസ്പിറ്റൽ ഡോക്ടറെ കാണാൻ ചെന്നിരിക്കുമ്പോഴേ ഇങ്ങനെ ബാഗ് ഇട്ട് വെൽ ഡ്രസ്ഡ് ആയിട്ട് നല്ല ജെന്റിൽമാൻ ലുക്കിലൊക്കെ കുറെ
പിള്ളേരൊക്കെ വരുന്ന കാണാം അല്ലെ. പിള്ളേരൊക്കെ എന്താ അവര് മെഡിക്കൽ റെപ്സ് ആണ് അല്ലെ. അവര് പുതിയ പുതിയ മെഡിസിൻസ് ഇങ്ങനെ ഓരോ വിഭാഗവുമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ ഹോസ്പിറ്റൽസിൽ കാണാനായിട്ട് അവർ വരും. അപ്പൊ തന്നെ നമ്മളുടെ മുഖം മാറും അല്ലെ. കാരണം എന്താ, അടുത്തടുത്ത് ചിലപ്പോൾ 2 എണ്ണം കഴിഞ്ഞ് നമ്മുടെ ആയിരിക്കും. അപ്പോഴാണ് ഇവര് വലിയ ബാഗൊക്കെ തൂക്കി വന്ന് നിൽക്കണേ. അപ്പൊ തന്നെ നമുക്ക് ദേഷ്യം കയറും. എന്താ, നമ്മളുടെ അത്രയും സമയം അവര് എടുക്കാൻ പോവാണ്. അല്ലെങ്കിൽ നമ്മളുടെ തൊട്ട് മുന്നില് നമ്മൾ കഴിഞ്ഞിട്ട് ഇറങ്ങി നമുക്ക് ആശ്വാസം, ഭാഗ്യ രക്ഷപ്പെട്ട ഞാൻ കയറി കഴിഞ്ഞപ്പോഴാണല്ലോ ആള് കയറിയത് എന്ന് ഒരു ഇത് വരും. കാരണം അവർ കുറച്ച് ടൈം എടുക്കും. കാര്യങ്ങളെ കുറിച്ച് അവർക്ക് വ്യക്തമാക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഡോക്ടേഴ്സ് അതിന് അവർക്ക് ഒരു യെസ്, ശരി സപ്ലൈ ചെയ്തോ എന്നൊരു യെസ് കിട്ടണമല്ലോ അവർക്ക്. കാരണം അവര് മെഡിസിൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നവരാ. അപ്പൊ അവര് ഇത്തിരി സമയം എടുക്കും. അതുകൊണ്ട് നമ്മൾ അതിന് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടില്ല അതൊന്നും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇഷ്ടം പോലെ വന്ന് കൊടുക്കും ഇതുപോലെയുള്ള അവരുടെ മെഡിസിൻസിനെയൊക്കെ പരിചയപ്പെടുത്തും. പക്ഷെ they have to make sure that the selection is made of trustworthy സപ്ലയേഴ്സ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റുന്ന സപ്ലയർമാരാണ് എന്ന് പറ്റിക്കില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ ഇതുപോലെയുള്ള മെഡിസിൻസ് വാങ്ങിക്കാനും സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാനായിട്ട്. പിന്നെ എന്താ പറയാ, എസ്റ്റിമേറ്റ് നീഡഡ് മെഡിസിൻസ്. തീർച്ചയായിട്ടും അവര് എത്ര മെഡിസിൻസ് ഒക്കെ വേണം എന്നുള്ളതിനെ കുറിച്ച് ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കണം. അതായത് എന്തൊക്കെ മെഡിസിൻസാ വേണ്ടേ, അല്ലാണ്ട് ആ സമയത്ത് വന്നിട്ട് ഇന്നതൊക്കെ വേണം എന്നല്ല, നേരത്തെ കൂട്ടി അവരതിനെ കുറിച്ച് ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കണം. ഏതൊക്കെ മെഡിസിൻസ് പർച്ചേസ് ചെയ്യാനുണ്ട്, ഏതൊക്കെ മെഡിസിൻസിന് ഓർഡർ കൊടുക്കാനുണ്ട് എന്നുള്ളതൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യുക, നേരത്തെ കൂട്ടി മനസ്സിലാക്കി വെക്കാം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു മേക്ക് ഷുവർ ദ ഇൻഫർമേഷൻ ഓൺ ക്വാളിറ്റി. ഓരോ മെഡിസിൻസിന്റെയും ക്വാളിറ്റിയും അതുപോലെ അതിന്റെ വില എത്രയൊക്കെയാണ്, അതിന്റെ കോസ്റ്റ്, പിന്നെ സോഴ്സ് ഓഫ് സപ്ലൈ എവിടെ നിന്നൊക്കെയാണ് അത് കൊണ്ടുവന്നേക്കണേ, ആ ഡ്രഗ്സിന് കൊണ്ടുവരുന്ന മെഡിസിൻസിന് എന്തെങ്കിലും റിയാക്ഷൻസ്, ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ കൺഫേം ചെയ്യണം. അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് അവര് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കണം. മനസ്സിലായി, എഴുതി സൂക്ഷിക്കണം. മറന്നുപോകാൻ സാധ്യതയുണ്ടല്ലോ മനുഷ്യൻ. അതുകൊണ്ട് ഇന്ന മെഡിസിൻസിന് ഇന്ന റിയാക്ഷൻ ഉണ്ട്, ഇതിന്റെ വില ഇത്രയാണ്, ഇതിനെ കുറിച്ച് ഇവർക്ക് അറിയണം. ഹോസ്പിറ്റലിന്റെ ഫാർമസിക്കാർക്ക് മെഡിസിൻസിനെ കുറിച്ച് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ നമ്മൾ എന്ത് പറയും അല്ലെ, ഇത് ഈ മെഡിസിൻ അത് എന്തിനു വേണ്ടി അറിയില്ല, ഡോക്ടർ എഴുതി ഞങ്ങൾ തന്നു, അത്രയല്ല, അവർക്ക് അതിനെ കുറിച്ച് അറിവ് കൂടി ഉണ്ടായിരിക്കണം. അതാണ് ഒരു ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വില അറിയണം, അതിന്റെ ഗുണം അറിയണം, അതിന് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടെങ്കിൽ അറിയണം. ഓക്കെ, ഇതെല്ലാം അവര് ഇൻഫർമേഷൻ ആയിട്ട് സൂക്ഷിച്ചു വെക്കണം. വെനെവർ ആരെങ്കിലും അതിനെക്കുറിച്ച് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഹാവ് ടു ക്ലിയർ, അവരതിന് ക്ലിയറൻസ് കൊടുക്കണം. ഓക്കെ, ഇതും അവരുടെ ജോലിയാണ്. പിന്നെ ക്വാളിറ്റി കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചേർഡ് മെഡിസിൻസ്. അവര് മെഡിസിൻ അവർ തന്നെ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തതായിക്കോട്ടെ, പുറത്തുനിന്ന് വാങ്ങിച്ചതായിക്കോട്ടെ, ഇതിന്റെയൊക്കെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് അവർക്ക് കഴിയണം. ക്വാളിറ്റി, നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള മെഡിസിൻസ് ആണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനും ഇവർക്ക് പറ്റണം. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകണം. കാരണം കൊടുക്കുന്ന മെഡിസിൻസ് കഴിക്കുന്ന പേഷ്യൻസിന് അതെന്താ, അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ, രോഗം മാറണം. ഓക്കെ, വെറുതെ എന്തെങ്കിലും അസുഖമായിട്ട് വരുമ്പോൾ എന്തെങ്കിലും രോഗത്തിന് മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ക്വാളിറ്റി കൺട്രോൾ ഇവരുടെ കയ്യിലാണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെന്താ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻസ് ടു ഡിഫറെന്റ് വാർഡ്സ്. വാർഡുകളൊക്കെ ഉണ്ടെങ്കിലേ, മെറ്റേണിറ്റി വാർഡ് അല്ലെങ്കിൽ ഇന്ന വാർഡ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, പേ വാർഡും. ഓക്കെ, അപ്പൊ വാർഡ്സിലേക്കൊക്കെ മെഡിസിൻസ് കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതും അവരുടെ ജോലിയാണ്. ഓക്കെ, പിന്നെന്താണ്, മെഡിക്കാമെന്റ്സ് ടു ദ ഔട്ട് പേഷ്യൻസ്. സാധാരണ ഔട്ട് പേഷ്യൻസിലുമായിട്ട് വരുന്ന പേഷ്യൻസിനും മരുന്നുകളൊക്കെ കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അത് സാധാരണ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം നമ്മളും ഔട്ട് പേഷ്യൻസ് ആയിട്ട് പലപ്പോഴും ഹോസ്പിറ്റൽസിൽ പോകാറുണ്ട്, മരുന്നുകൾ വാങ്ങിച്ച് നമ്മൾ പോകും അല്ലെ. പിന്നെ ഡ്രഗ് ഇൻഫോർമേഷൻ സോഴ്സ്. എവിടെ നിന്നാണ് നമ്മൾ ആ ഡ്രഗ്സ് വാങ്ങിച്ചത്, അതിന്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് ഹോസ്പിറ്റൽസുകാർക്ക് കൃത്യമായിട്ട് അറിയണം. ഓക്കെ, ഇന്ന സോഴ്സിൽ നിന്നാണ്, എവിടെ നിന്നാണ്. കാരണം ഇഫ് ദർ ഈസ് എനി കംപ്ലൈന്റ് റിഗാർഡിങ് എനി മെഡിസിൻസ്, ഏതെങ്കിലും മെഡിസിൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലൈന്റുകൾ, പരാതികളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇന്ന മെഡിസിൻ യൂസ് ചെയ്തത് കൊണ്ടാണ് ഇന്നൊരു സൈഡ് എഫക്ട് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ, ഒരു സെക്കൻഡ്, അപ്പൊ എന്താ പറയാ, ഏതൊക്കെ തരത്തിലുള്ള മരുന്നുകൾ എവിടെ നിന്നൊക്കെയാണ്, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്ത് അവര് സൂക്ഷിച്ചു വെക്കണം. കാരണം ഏതെങ്കിലും മെഡിസിൻസിനെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ക്വാളിറ്റിയിലോ മറ്റു കാര്യങ്ങളിലോ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റുകളൊക്കെ ഉദിച്ചു വന്നാലില്ലേ, അതിന് നമ്മളൊരു സൊല്യൂഷൻസ് കൊടുക്കണ്ടേ. അത് ആരിൽ നിന്നാണ്, എവിടെ നിന്നാണ്, ആ ഒരു ഇൻഫർമേഷൻ ഒക്കെ കൃത്യമായിട്ട് വെക്കുക. പിന്നെ സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്. പിന്നെ എന്താ, ഇവര് ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഓരോ ഹോസ്പിറ്റൽസിൽ നമ്മൾ ഓരോ മരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ
അതിന്റെ പഠനങ്ങൾ, അതിന് വിധേയമാക്കുന്ന പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക വിഭാഗം അത് വേറെ ഉണ്ടായിരിക്കും. ഓരോ മരുന്നുകളും എന്താണ്, അത് ഇനി കോമ്പൗണ്ടിങ് ഒക്കെ ചെയ്യുമ്പോൾ അതിന് വേറെ എന്തെങ്കിലും നമുക്ക് സൊല്യൂഷൻസിന് വേണ്ടി കൊടുക്കാൻ പറ്റുമോ, വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ, അപ്പൊ അങ്ങനെയുള്ള പഠനങ്ങൾക്ക് ഒരു പ്രത്യേക വിഭാഗം ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ ഉണ്ടായിരിക്കും. അവർക്ക് റിസർച്ച് നടത്താൻ, പഠനങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഈ മരുന്നുകൾ അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടി വരും, മരുന്നുകളിൽ നിന്ന് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളും നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ നടക്കുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് വരുന്നത് ഇതിനകത്ത് they have to bring into practice the recommendations which is provided by the pharmacy and therapeutic committee. ഒരു കമ്മിറ്റി ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റൽസിൽ, എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ടായിരിക്കും. തെറാപ്യൂട്ടിക് എന്ന് വെച്ചാൽ നമ്മുടെ ചികിത്സാപരമായിട്ട് ബന്ധപ്പെട്ട, ഇത് നമ്മുടെ രോഗം ഭേദമാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി ഉണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുണ്ട്. തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ ആരൊക്കെയാ വരുന്നത്, കമ്മിറ്റി എന്ന് പറയാൻ കേട്ടല്ലേ, പള്ളിപ്പെരുന്നാൾ കമ്മിറ്റി ഉണ്ട്, എന്താ പറയാ, ഉത്സവങ്ങൾ നടക്കുമ്പോ അവിടെ കമ്മിറ്റിയൊക്കെ രൂപീകരിക്കില്ലേ. എങ്ങനെയുള്ള കമ്മിറ്റികളായിരിക്കും? പല പല വിഭാഗങ്ങളിൽ നിന്ന് ആളുകളെ എന്താ പറയാ സെലക്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ട് ഒരു 5-10 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ആയിട്ട് രൂപീകരിക്കും. ഇവിടെ ഹോസ്പിറ്റൽസിലും ഉണ്ട് അങ്ങനെ ഒരു കമ്മിറ്റി. എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാരുണ്ടായിരിക്കും അതിനകത്ത് അംഗങ്ങളായിട്ട്. പിന്നെ കുറെ ആൾക്കാരുണ്ടാവും, നമ്മൾ പഠിക്കാൻ നേരം പറയാം. ഓക്കെ, അപ്പൊ അവര് എടുക്കുന്ന തീരുമാനങ്ങൾ പ്രാക്ടീസിൽ കൊണ്ടുവരാൻ ഫാർമസിക്കാർക്ക് തീർച്ചയായിട്ടും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഫാർമസി അത് കൃത്യമായിട്ട് അവര് എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കുന്നത് അത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരിക എന്നുള്ളത് ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്ന് വെച്ചാൽ മരുന്നുകൾ ഏതൊക്കെയാണ്, അതിന് എന്തൊക്കെ മരുന്നുകൾ ഓരോ ഡോക്ടേഴ്സും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊരു തീരുമാനങ്ങൾ എടുക്കും. മരുന്നുകളെ സംബന്ധിക്കുന്ന തീരുമാനമാണ് കേട്ടോ. മരുന്നുകളെ സംബന്ധിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഡിസിഷൻസ് അവർ എടുക്കുകയാണെങ്കിൽ ദേ ഹാവ് ടു ബ്രിങ് ഇൻ ടു പ്രാക്ടീസ്. അത്തരം തീരുമാനങ്ങളെ പ്രാക്ടിക്കൽ ആക്കുക എന്നുള്ളത് ഫാർമസിയുടെ ഒരു ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ വെന്നെവർ നീഡഡ് പേഷ്യൻസ് ഷുഡ് ബി കൗൺസൽഡ്. ചില സമയങ്ങളിൽ പേഷ്യൻസിന് കൗൺസിലിംഗ് വരെ കൊടുക്കേണ്ടി വരും. എല്ലാവരെയും പനിയെ വന്നു മരുന്ന് കഴിക്കാൻ വന്ന പേഷ്യന്റിനെ വിളിച്ചിരുത്തി അപ്പുറത്തോടെ കൗൺസിലിംഗ് ഒന്നും കൊടുക്കണ്ട. അവർക്ക് ചില സംശയങ്ങൾ ഉണ്ടാകാം മെഡിസിൻസിനെ സംബന്ധിക്കുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചില കൗൺസിലിംഗ്, അവരെ പറഞ്ഞ് മനസ്സിലാക്കാനോ, എന്താ പറയാ, ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ അത് ഇന്ന സൈഡ് ഇഫക്ട്, ചിലപ്പോൾ ചില മെഡിസിൻസ് കൊടുക്കുമേ ചിലപ്പോൾ റിയാക്ഷൻ ഉണ്ടാകാം എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. അല്ലാതെ ഇത് കൊണ്ടുപോയി അവർ കഴിച്ചു കഴിഞ്ഞപ്പോ അയ്യോ ഭയങ്കര വിഷമം വിഭ്രാന്തിയൊക്കെ കാണിച്ച് വീണ്ടും വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ടി വരുന്നതിന് മുമ്പേ എന്ത് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകാം. അങ്ങനെയുള്ള കൗൺസിലിംഗ് ആണ്. അല്ലാണ്ട് എല്ലാ മരുന്നും കൊടുക്കുമ്പോൾ കൗൺസിലിംഗ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. സം മെഡിസിൻസ് ഇൻ സം സിറ്റുവേഷൻസിലാണ് കേട്ടോ. അപ്പൊ ദേ ഹാവ് ടു മേക്ക് സം കൗൺസിലിംഗ് ടു ദ പേഷ്യൻസ്. അതും ഈ ഫാർമസിക്കാരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ആൻഡ് ആഫ്റ്റർ ഓൾ there should be a relation between, liaison between means relation between the medical nursing and the patient. മെഡിക്കൽ വിഭാഗവും പേഷ്യന്റും ഫാർമസിക്കാരും തമ്മിൽ ഒരു ബന്ധം ഉണ്ട് അല്ലെ. ഹോസ്പിറ്റൽസിൽ ഡോക്ടർമാര് മരുന്ന് എഴുതുന്നു പേഷ്യന്റിന് വേണ്ടിയിട്ട്, പേഷ്യന്റ് ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു ട്രയാങ്കുലർ ഒരു റിലേഷൻ ഉണ്ട്. ആ ഒരു ട്രയാങ്കുലർ റിലേഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലാണ്ട് മരുന്ന് എഴുതിയത് ഡോക്ടറല്ലേ, ഡോക്ടർക്കാണ് അതിന്റെ ഇതുള്ളത് എന്ന് ഫാർമസിക്കാർ കുറ്റം പറയാൻ പാടില്ല. ഡോക്ടർ പറയാണ് ഞാൻ മരുന്ന് എഴുതി, അവർ തെറ്റായിട്ട് തന്നു, അങ്ങനെ കൈയൊഴിഞ്ഞിട്ട് കാര്യമില്ല. അവസാനം ഇതിന്റെയൊക്കെ എന്താ പറയാ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കേണ്ടി വരുന്നത് ആരാ? പേഷ്യൻസായി നമ്മളായിരിക്കും അല്ലെ. അവിടെ അങ്ങനെ കൈമലർത്തലില്ല. ദർ ഷുഡ് ബി സം റിലേഷൻ, അങ്ങനെ ഒരു ബന്ധം അവർ തമ്മിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. ഓക്കെ, സിമ്പിൾ സെന്റൻസുകളാണ് തന്നേക്കണം. കുഞ്ഞു സെന്റൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് ഇപ്പൊ ചിലപ്പോൾ എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അതിനകത്ത് വരാത്തത് ഏതാണ് അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോ നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഒറ്റ പേജേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഫാർമസിയുടെ. ക്ലിയർ അല്ലേ? പറഞ്ഞതൊക്കെ ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. അപ്പൊ ഇന്ന് 1-2 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കുക. 2 പ്രാവശ്യമൊക്കെ നന്നായിട്ട് മനസ്സിരുത്തി വായിച്ചാൽ എവറിത്തിങ് വിൽ ബി ഓക്കെ. അപ്പൊ അടുത്ത ദിവസം നമ്മൾ ആൻസറുമായിട്ട് വരണം. എല്ലാരും ആൻസർ ചെയ്തിട്ട് വരണോട്ടാ, ഉഴപ്പരുത് ആരും. ഞാൻ എല്ലാവരെയും ആൻസറും പ്രതീക്ഷിച്ച് അവിടെ ഇരിക്കും. ഞാൻ വിളിക്കുന്ന ആൾക്കാർ വേഗം ചാടി ഉത്തരവും പറഞ്ഞോളണം. കുറെ പേരൊക്കെ വൈകി വന്നവരുണ്ട്. 57